ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്നൊരു ക്യാമ്പിങ്ങിന് പോവുകയാണല്ലേ. ക്യാമ്പിങ്, പിക്നിക്ക് എന്ന് വേണമെങ്കിലും പറയാം ഇതിന്. അതെ ഗൈസ്, നമ്മൾ നേരെ തമിഴ്നാട് പോകാനുള്ള പരിപാടിയാണ്. ഞാൻ അന്ന് പോയപ്പോഴേ നമ്മൾ പറഞ്ഞായിരുന്നു. അന്ന് എവിടെ ഏത് അമ്പലത്തിൽ? തോരണമല അമ്പലത്തിൽ പോയപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് തമിഴ്നാട് പോവുകയാണ് അല്ലേ. വഴിക്ക് എവിടെന്ന് വെച്ചാൽ അവിടെ. അതെ അതെ, നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കുക, അവിടുന്ന് കുക്ക് ചെയ്യാം, ഫുഡ് കഴിക്കാം. ഇതിനായിട്ടാണ് മെയിനായിട്ടുള്ളത്. പെരുന്നാളല്ലേ? അതെ, ഇന്ന് പെരുന്നാളാണ്. അപ്പം റഹ്മത്ത് ഹോട്ടലിൽ നിന്നും കാണത്തില്ല, നമ്മൾ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പം കുക്ക് ചെയ്ത് കഴിക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് അനു നമ്മുടെ കൂടെ വരുന്നുണ്ട് അല്ലേ. അനു ഇതുവരെ നമ്മളിവിടെ ക്യാമ്പിങ്ങിന് പരിപാടിക്കൊന്നും വന്നിട്ടില്ല. അപ്പം അനുവിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവളും വരും എന്ന് പറഞ്ഞു കേട്ടോ. അത് കണ്ടപ്പോഴത്തേനും അവർക്ക് വരണമെന്നുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ മഴയുണ്ടോ? ഇന്ന് ഇവിടെ രാവിലെ തൊട്ട് മഴയാണ് കേട്ടാ. പക്ഷെ ഹാപ്പിക്ക് പേടിയില്ലായിരുന്നെങ്കിൽ നമുക്ക് കൊണ്ടുപോകായിരുന്നു. പക്ഷെ ഹാപ്പിക്കുട്ടനങ്ങ് പേടിയാണല്ലോ അല്ലേ ഹാപ്പിക്കുട്ട? നമ്മുടെ ഇടിക്കല്ല് പോയി കേട്ടോ. അന്ന് നമ്മള് വാഗമണ്ണ് പോയ സമയത്ത് ആ പശു അങ്ങാണ്ട് ഇവിടെ എടുത്ത് കളഞ്ഞു. അപ്പൊ നമുക്ക് ഇടിക്കല്ലില്ല, പോണ വഴിക്ക് ഇടിക്കല്ലുണ്ടെങ്കിൽ മേടിക്കണം. എന്റെ ടെന്റു പാമ്പ കൊണ്ടാന്തോ ഇതിനകത്ത്. വാഗമണ്ണിന് പാമ്പിനെ കൊണ്ടാണെന്ന് തോന്നുന്നു ഇതിനകത്ത്. അച്ഛൻ ഒരു കാര്യം ചെയ്യും, എന്റെ മണ്ടയിലോട്ട് ഇപ്പോഴേ അടി, അതിനകത്ത് കയറിയും കള, ഞാൻ ഓടിക്കാൻ വേണ്ടി. കോമ്പടി ഒന്നും കേൾക്കുന്നില്ല പുള്ളി. രാവിലെ ടച്ച് വിടുന്നു കേട്ടോ. കുറച്ചേക്കുമ്പോ ശരിയാവും. പനിയും പിടിച്ചപ്പോഴാണ് ഇരുന്നൂടെ. ചിന്ന ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും വരുത്. ഉണ്ടാക്കണം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് വീട്ടിൽ ഇരുന്ന് പാചകം ചെയ്ത് തിന്ന ഒരു ഇതല്ലേ. എവിടെയും പോയി ഉണ്ടാക്കി കഴിയുമ്പോ വേറൊരു രസമാണ്. എണ്ണപ്പന പോയിട്ടാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയത്. ഹാപ്പി കിടക്കുന്നു നോക്കിയാണ്. നമ്മള് ഇപ്പൊ ഇങ്ങനെ വരും കേട്ടോ. ഈ വണ്ടിക്കകത്തിരുന്ന് വിറക്കായിരുന്നെ കൊണ്ടുപോയിരുന്നല്ലോ. നമ്മുടെ ലാംഗ്വേജ് ഒക്കെ ഇപ്പൊ മാറുന്നു പോയിക്കണം കേട്ടോ. പാപ്പ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ചിന്നണേന്ന്. വെള്ളമൊഴിച്ച് കുറ്റനെ ബാക്കി പൊന്നോ എത്തുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് വേറെ ഏതോ യൂണിവേഴ്സ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം പറക്കി കയറ്റിയിട്ടുണ്ട്. വേണ്ട ക്യാനിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും പുറത്തൊക്കെ ആയിട്ട് നിരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ പോയിട്ട് നമുക്ക് ഇനി അനുവിനെ പിക്ക് ചെയ്യാം. പിക്ക് ചെയ്തിട്ട് നമുക്ക് അതുവഴി നേരെ തമിഴ്നാട് പോകാം. എന്തോന്ന് എപ്പോഴേ കുളം മാറുന്ന നിനക്ക് എന്നെ ഒരു പേടിയില്ല. നിങ്ങൾ എന്തിനാ ഞാൻ പേടിക്കുന്ന? എനിക്ക് നിങ്ങളുടെ നല്ല ബഹുമാനവും ആദരണയും രാവിലെ താക്കിയിരുന്നില്ല. ആദരാഞ്ജലി, ആദരവ്. എനിക്ക് എല്ലാരോടും വിനയ കുലിസിതനായും ആദരണീയനായ വ്യക്തിയായിട്ടാണ് ഞാൻ എല്ലാവരും നിൽക്കുന്നത്. മെയിനായിട്ട് അച്ഛന്റെ വിനയ കുലസിതയാണ് എനിക്ക്. നല്ല മഴക്കോളം ഉണ്ട് കേട്ടോ. മഴ പെയ്യുമെന്ന് തോന്നുന്നു. കണ്ട പച്ച ലൈറ്റ് വീണ്. കാലാവസ്ഥ നമ്മളെ ചതിക്കുമോ എന്നാണ് ഇപ്പൊ ഒരു സംശയം. കാണൂലല്ലേ. എന്തായാലും നമ്മള് തമിഴ്നാട് കേരളമായിട്ട് ഈ ഇടപെട്ട് കിടക്കുന്ന സ്ഥലത്താണ് നമ്മൾ എന്തായാലും തമിഴ്നാട്ടിലേക്ക് വലിയ മഴയ്ക്ക് സാധ്യത ഇല്ലെന്നാണ് ന്യൂസ് ചാനലുകൾ, തമിഴ്നാട് ന്യൂസ് ചാനൽ പറയുന്നത് കേട്ടത്. അത് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ നോക്കിയിരുന്നു അവിടെ തമിഴ്നാട്ടിലെ കാലാവസ്ഥ. ഓമണേമ്പോ ഇതെന്തരാ? പാഷൻ ഫ്രൂട്ടാ? പഞ്ചാര ഇട്ടാ? കുറച്ചായിട്ടുള്ള അവള് പറഞ്ഞേ കൊച്ചേട്ടൻ പഞ്ചാര എന്നതില്ല എങ്കിലും ഇച്ചിരി ഇരിക്കട്ടെ പറഞ്ഞേ. നമ്മുടെ ഇവിടെ കിടന്ന എന്ത് ചെയ്യുമ്പോ അതെല്ലാം പോയി. എന്തുകൊണ്ട് വിശേഷം? ഇതിനകത്ത് സ്ഥലം കുറവാണ് കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുക രണ്ടുപേരും കൂടെ. പോട്ടെ. അപ്പൊ ശരി, അടുത്ത വരവിന് കാണാം. നിന്നെ അവിടെ കൊണ്ടാക്കുക, തിരിച്ചു വരുക. എന്നിട്ട് വരുമ്പോ ഓമനമ്മ എടുത്ത് പറയാ അനു കളഞ്ഞു പോയെന്നില്ലേ ചേ. ഇതാണ് നമ്മുടെ പദ്ധതി. എങ്ങനെയുണ്ട്? പണ്ടൊക്കെ ഇവിടെ ഇങ്ങനെ വെള്ളം നിറഞ്ഞിട്ട് ഇതുവഴി ഇങ്ങനെ ഒഴി പോകത്തില്ലായിരുന്ന.
ഹേ ഗൈസ്, അങ്ങനെ നാമ തമിഴ്നാട് എത്തി ചേർന്നാച്ച്. എങ്ക എണ്ണ അടിക്കണ്ടേ? இங்க நினைச்ச மாதிரி இல்லை, நல்ல வெயில் தான். கேரளாவில மட்டும் மழை, இங்க வெயில். இனி ஃபுல் தமிழ் தான். உங்களுக்கு தமிழ் தெரியுமா? இல்லே? ஓ, உங்களுக்கு தெரியும். உங்களுக்கு தெரியாததாய் எதுவும் இல்லை. எல்லா பாஷையும் தெரியும். தெரியும். எப்படி இருக்கு? லண்டு இருக்கு, கொஞ்சம் இருக்கு. എന്തോന്ന്? ഇവരെന്തിനു പറയുന്ന? തമിഴ് സംസാരിക്കാനാ? ഇങ്ക മഴ ഇരുന്നതാ ഇല്ലായിരുന്നാ? എന്താ തണ്ണി? ആ, വണ്ടി എഴുതുന്നല്ലേ. അവിടെ ഭയങ്കര മഴയായിരുന്നു ഇങ്ങോട്ട് വരുമ്പോഴത്തേന്. ഇവിടെ ഇറങ്ങിയപ്പോ ഇല്ല, ഭയങ്കര വെയില്, മഴയില്ല. കുറച്ച് തമിഴ് പറഞ്ഞു. പറഞ്ഞു നീ മലയാളത്തിനെ പോയി ചൊല്ലിട്ട് നല്ല സ്പോട്ട് ഒന്ന് തപ്പി കണ്ടുപിടിച്ചിട്ട് അവിടെ സെറ്റ് ചെയ്ത് നമ്മൾ കുക്കിംഗ് തുടങ്ങാൻ കേട്ടോ. അപ്പൊ സമയം 1:20 കഴിഞ്ഞിട്ടുണ്ട്, 1:30 ആവാറായിട്ടുണ്ട്. നമുക്കിനി സാധനം മേടിക്കട്ടെ, അരി സാധനമൊക്കെ മേടിക്കാം. എന്തൊക്കെ വേണം? വെളിച്ചെണ്ണ മേടിക്കണം. വെളിച്ചെണ്ണ പിന്നെ ബിരിയാണിക്ക് എന്തോ അരി പോലെ. അരി മാത്രം മതിയാ? പൊടി മസാലപ്പൊടി അതൊക്കെ ഉണ്ടോ? ആ, മസാലപ്പൊടി ഉണ്ട്. ബിരിയാണി ബിരിയാണി അടിച്ചില്ലേ? ഞാനും പറഞ്ഞ കറക്റ്റ് തന്നെ. അറിയുന്നായി പോയി. അരിസി വെളിച്ചെണ്ണ. തേങ്ങ ഇവിടെ വെളിച്ചെണ്ണ 1 കിലോ എടുക്കും. എന്തിന്? അരി കഴിവൊന്നും തരൂല. എന്ത് കല്ല? എന്തോന്ന്? എന്തിന്? ഹാൻഡ് വാഷാ? ഓ, അങ്ങനെ പറ. ഇത് മനസ്സിലാവണ്ട. ഇത് കോക്കറി വണ്ടിയുടെ അകത്തിരുന്ന് കോക്കറി അടിച്ച് അങ്ങനെ അറിയും. അണ്ണൻ മൂഞ്ചിച്ചാച്ചെന്നു തോന്നുന്നു. അമ്മ 617 രൂപയമ്മ. 617 രൂപ. അരിക്ക് 219 രൂപ, വെളിച്ചെണ്ണ 300 രൂപ. അപ്പൊ അതിന് അരിക്ക് ഭയങ്കര വില തോന്നുന്നു. അരിക്ക് ഭയങ്കര വില. ലാഭത്തിന് അറി കിടക്കുമെന്ന് പറഞ്ഞ അച്ഛൻ. ഇത് എന്തിന് കോക്കറി വരച്ചു വെച്ചേക്കുന്ന? ഇതെന്തോന്ന് വരച്ചു വെച്ചേക്കുന്ന? അങ്ങേരി അല്ല ചെയ്ത് തമിഴും അല്ല ഇംഗ്ലീഷും അല്ല തമിഴും അല്ല. ഇത് എന്തോ എഴുതി വെച്ചേക്കണം, അറിയാൻ വയ്യ. ഇവന്മാര് നമ്മളെ എങ്ങനെ പോയാലും ഏമാത്തും. നമ്മളെ മലയാളികള് വന്നാ നമ്മള് ഇവന്മാരെങ്ങനെ ഏതെങ്കിലും എവിടെയെങ്കിലും ഏമാത്താതെ വിടൂല. എനിക്ക് അങ്ങ് സങ്കടം, ഇവന്മാരങ്ങ് ഏമാത്തും. ഹേ ഗൈസ്, ഞങ്ങള് തമിഴ്നാട്ടിലെ ഏതോ ഒരു വഴി കൂടെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. എല്ലായിടത്തും നല്ല കൊട്ട വെയില്. ഒരു മരമൊക്കെ ഉള്ള സ്ഥലത്തുണ്ടെങ്കിൽ തണല, നമുക്ക് അവിടെ ഇരുന്ന് കുക്ക് ചെയ്യാൻ റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും. പക്ഷെ നല്ല വെയില് കേട്ടാ. പക്ഷെ ഫുള്ളിൽ ഒരുമാതിരി ആ സൈഡൊക്കെ കൊള്ളാം. ഇല്ല മറ്റേ ക്രിക്കറ്റ് ഗ്രൗണ്ട് ആണൊക്കെ കിടക്കുന്നത് അല്ലേ? വണ്ടി താഴെ കുഴിയോട്ട് കൊണ്ടേ. ഇവിടെ സെറ്റ് ഒരു സാധനം ഇരിക്കുന്നുണ്ട് അവിടെ. കുളക്കോഴിയോ കുളക്കോഴിയോ ഏതാണ്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അതുകൊണ്ടാ വെള്ളം കുത്തി കുടിക്കാനാ? വേഴാമ്പലം കണ്ടാ അത് പോയിക്കുന്ന. കൊള്ളാല്ലേ? അതിനകത്തോട്ടല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഫൈനലി ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു കേട്ടോ. ഇതാണ് സ്ഥലം. അങ്ങോട്ടും വഴിയുണ്ട്. ഇതാ മെയിൻ റോഡിൽ നിന്ന് കുറെ ഇനി കയറി ഇനി അകത്തോട്ട് വരണം. ഏതാ വഴിന്ന് പറയാൻ എനിക്കറിയത്തില്ല. ഏതൊക്കെയോ വഴി കൂടെയാണ് കയറി വന്നത്. വാ. അതുപോലെ ഫുള്ള് മണ്ണിട്ട റോഡാ ഇങ്ങോട്ട് വരുന്നതല്ല. ഒത്തിരി ഇനി കയറി വന്നു കേട്ടോ. നല്ല തണല് കേട്ടോ. മാപം കണ്ടാന്ന് തോന്നുന്നു. നൈസ്. കാലി മുള്ളൂത്ത് അമ്മച്ചി. മുത്തുക്ക് മുള്ളു. മുള്ളുണ്ട് കേട്ടോ. മുള്ളു
ഇതെങ്ങനെ ഞാൻ ചെരുപ്പിട്ടേക്കുന്നു? ഒരു ചെരുപ്പിട്ടേക്ക് നോക്കിയാണ് തലയിരിച്ച് വയ്യേ. സ്ഥലം എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഞാനാട്ടോ കണ്ടുപിടിച്ചത്. ഇതൊക്കെ ഒഴുകുന്നേക്ക ആൾക്കാരൊക്കെ ഇരിക്കണായിരിക്കുമല്ലേ. പക്ഷെ ഇപ്പൊ എങ്ങും കൃഷിയില്ല കേട്ടാ. കൃഷി ഇപ്പം സീസൺ അല്ല. മറ്റേ നെല്ലൊക്കെ കൊയ്തോണ്ടൊക്കെ പോയെന്ന് തോന്നുന്നു. എല്ലാം ഉഴുതൊക്കെ ഇട്ടിട്ടേ ഉള്ളു. നോക്ക്. പക്ഷെ മരമൊക്കെ ചെറുതാട്ടോ, വലിയ പൊക്കമൊന്നുള്ള സൈസ് അല്ല. മാങ്ങ ഉണ്ടോ അച്ഛാ? പറയച്ചാ, പറ അച്ഛൻ പറയച്ചാ. ആ ഇത് മാങ്ങയാ, പക്ഷെ ഇത് കേടാന്ന് തോന്നുന്നു. ഭയങ്കര കാറ്റാണ് കേട്ടാ. നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ തീ കിട്ടത്തില്ല. ഇവിടെ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ മറച്ചാല് നമുക്ക് ഇവിടെ വെച്ച് കുക്ക് ചെയ്യാൻ പറ്റും. മണ്ണ് അതൊന്നും നിക്കുന്നില്ല കേട്ടാ, എല്ലാം പറന്നു പോവാണ്. നോക്കിയേ അച്ഛാ, അടിയിലും കൂടെ കല്ല് വല്ലതും എടുത്ത് വെച്ചാ ഇരിക്കുമായിരിക്കും. ഓ പോവാന്ന് അതൊക്കെ പറഞ്ഞ്. ഓ ഭയങ്കര കാറ്റ് കേട്ടോ. പോയി ടെന്റ് അടിക്കാനുള്ള നിവർത്തി ഇല്ല കേട്ടോ. നമ്മൾ പാ കൊണ്ടുവന്നത് ഇരിക്കാനാണ്, പക്ഷെ നമുക്കിവിടെ കുക്ക് ചെയ്യാനുള്ളതുകൊണ്ട് പാ അവിടെ വെച്ച് സെറ്റ് ചെയ്താലും ഭയങ്കര കാറ്റാണ്. തട്ട് ബീഫ് നമ്മൾ വീട്ടിൽ നിന്ന് മസാലയൊക്കെ പുരട്ടിക്കൊണ്ടാട്ടോ വന്നത്. ഞാൻ ഡ്രോൺ എടുത്ത് നോക്കി, പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര കാറ്റ് കൊണ്ട് ഇത് പറന്ന് എവിടെയെങ്കിലും പോകും. ഇതൊക്കെ താത്തിടണം കേട്ടാ, പറന്നു പോകും. അണ്ണ ഇവിടുത്തെ ഇതിന്റെ ഓണറാന്ന് തോന്നുന്നു കേട്ടാ ആ പുള്ളി. മല്ലിയില പുതിനയില, ആവശ്യത്തിന് ഉപ്പ്. കത്തിച്ചേട്ടാ, പക്ഷെ കറക്റ്റ് തീ കിട്ടുന്നില്ല, പറന്നു പോവാ. ഹേ ഗൈസ്, അപ്പൊ നമ്മള് ബീഫൊക്കെ കുക്കറിലാക്കിയിട്ടുണ്ട്. ഈ അച്ഛന്റെ കാര്യം, ഞാൻ എവിടെ ക്യാമറ ഉണ്ടെച്ചാലും അവിടെ കൊണ്ട് ഉമ്മറം കൊണ്ട് വെക്കും. ഞാൻ ഇപ്പൊ രണ്ടാമതോട്ടോടെ ക്യാമറ മാറ്റി കൊണ്ടുവെക്കണ. അച്ഛൻ അരി കഴിവാണ് കേട്ടാ. പക്ഷെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇവിടുത്തെ കാറ്റുണ്ട്. നിൽക്കുന്ന കാര്യമാണ് കുറച്ച് പാട്. എന്റെ മൂക്ക കടഞ്ഞ് കാറ്റടിച്ചടിച്ച്. പക്ഷെ നല്ല സുഖമില്ലേ ചാ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് വീട്ടിൽ നിന്ന് വെച്ചോണ്ട് വന്നാൽ മതിയായിരുന്നു, അല്ലെ ഇപ്പൊ തിന്നായിരുന്നു. മാവിലെ ഏറലാം. എടി നിനക്ക് വേണ്ടിട്ടാ ഞാൻ കേറുന്ന. ഏത് മാങ്ങ വേണം ചൂണ്ടി കാണിച്ച വലുതാ. ഈ കാറ്റിലൂടെ ഞാൻ പറന്നു പോവെന്തോ. കൂട്ടുകാരെ, നിങ്ങൾ കുരങ്ങച്ചനെ കണ്ടിട്ടുണ്ടോ? എവിടെ പോവാ? മാങ്ങ ഇറങ്ങിയ. ഇവിടെ അടുത്ത ആശുപത്രി ഒന്നും ഇല്ല കേട്ടോ. ഒന്നാതാ കുഴപ്പോ, കാറ്റുണ്ട്. നീ ഇറങ്ങിയാണ്. ഇല്ല ചാ, ഞാൻ കേറിക്കോളാം. അത് വീട് എവല്ലേ ഈ പോസ് നോക്കാം. നല്ല കാറ്റ് കേട്ടാ. കണ്ടൊരു കുരങ്ങനിരിക്കുന്നത്. ഈ കുരങ്ങനെ കാണോ? കുരങ്ങൻ ഇവിടെ കുരങ്ങ്. ഇതിപ്പോ പേടിയാവുന്ന ലക്ഷണമൊന്നല്ലേ. എന്നാ പിടിക്കണേ. വീട് മാറ്റി. എടാ ഇവിടുന്ന് ഇറങ്ങാൻ വയ്യടേ, റിവേഴ്സ് ഭയങ്കര പാട്. പെണ്ണെ പോകണ്ട, ഇറങ്ങി. നീ എന്തെന്നെ കയറിയാ? ഇതിങ്ങനെ റിവേഴ്സ് ഇറങ്ങാനേ പറ്റൂ. ഇങ്ങോട്ടേക്ക് കൊള്ളാടേ, അടിപൊളി. നീ ഞാൻ അരി അഴിയിട്ടപ്പോഴേ എന്റെ മൂല കണ്ടെന്ന് പറഞ്ഞല്ലേ. അങ്ങോട്ടൊക്കെ ഭയങ്കര മലയുണ്ട്. ആകാശം മുട്ടയിക്കണ്. ആ അതുകൊണ്ട് കോട ഇല്ലേ, പുക. പശുവൊക്കെ വരുന്നു. വാ വാ വാ, ഓട്. പേടിയില്ല കേട്ടോ അതിന്. അത് ഇടിക്കുന്ന സൈസാന്ന് തോന്നുന്നു. അത് പുല്ലില്ല വന്നതാ. മാങ്ങ എടുക്കാൻ പറഞ്ഞു. നമ്മുടെ ഒരു സിലിണ്ടർ തീർന്നു കേട്ടാ. ഇനി അടുത്തെടുത്ത് വെക്കാം.
ഇനി ഇതും കൂടെ ഉള്ളു. പാപ്പ എന്നെ എന്തെല്ലാം വിളിച്ചു കേട്ടാ. എണ്ണാച്ച് സ്റ്റാർട്ട് ആവലയാ? കിക്കർ അടിക്കണമാ? അടിക്കടാ. ആ ശരി പോട്ട്. 100 തിളക്കുന്നു. നമ്മള് വെള്ളം കൂട്ടിയാണ് കേട്ടോ വെച്ചത്. ഒരു പീസ് എടുത്താണ് വെന്താന്ന് നോക്കട്ടെ. നമുക്ക് അരിയും കൂടെ തട്ടാം. കുറച്ച് ബീഫിന്റെ സൂപ്പ് ഞാൻ എടുത്തേട്ടാ. ഇത് നമുക്കങ്ങ് കുടിക്കാം. അങ്ങനെ 5 മണിക്കൂർ നീണ്ട ബിരിയാണി വെപ്പിന് ശേഷം അത് വെന്തിട്ടില്ല സുഹൃത്തുക്കളെ. നമ്മൾ 6ാമത്തെ മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുന്നൊന്നുമില്ല. ഇല്ലേ? എനിക്ക് നല്ല വിശക്കുന്നു. സൂപ്പ് കുടിച്ചപ്പോ ഒരു ഇച്ചിരി സമാധാനം കിട്ടിയേട്ടാ. ആ കാണുന്ന അതൊക്കെ ഇല്ലേ, അതൊക്കെ ഫുള്ള് തെങ്ങാണ്. ഇത്രയും തെങ്ങുണ്ടായിട്ടാണ് ഇവന്മാര് തേങ്ങക്ക് ഇത്രയും വില കൂട്ടുന്നത്. എന്നിട്ട് അമ്മ 1 കിലോ തെങ്ങിന്, പക്ഷെ തെങ്ങിന് തേങ്ങ എത്ര രൂപ? 1 കിലോയ്ക്ക് 90-100 കണ്ടൊക്കെയാണ്. 1 കിലോ എന്ന് പറയുമ്പോ എന്തോ 2-3 തേങ്ങ വരും. അത്രേ ഉള്ളൂ. എന്തോ വില എടുക്കുന്നേ? ഒന്നും പറ്റത്തില്ല കേട്ടോ. ഇതൊക്കെ കുറയ്ക്കണം. നിങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലെ തെങ്ങുണ്ട്. അത് കാര്യമുണ്ട്. നമ്മളെ നാട്ടില് അവിടെ വില കൂടുമ്പോഴാണ് അവർക്ക് ലാഭം വരുന്ന കൃഷി ചെയ്യുമ്പോൾ. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് അല്ലേ? റെഡി ആയില്ലേ? കുറേ സമയം എടുത്തു കേട്ടാ. എനിക്ക് തോന്നുന്നു നമ്മള് 1:30-2 മണിക്ക് അങ്ങോട്ട് വെക്കാൻ തുടങ്ങിയതാ. അപ്പോൾ സമയം ഏതാണ്ട് 5 മണി ആവാറായി. മെയിനായിട്ട് കാറ്റായതുകൊണ്ട് തീ കറക്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇത്ര ടൈം എടുത്തത്. എന്നാലും നമ്മൾ സൂപ്പറായിട്ട് കുക്ക് ചെയ്തെടുത്തു കേട്ടോ. വിളപ്പിക്കോ? നമ്മ എടുത്തോ. എനിക്ക് ബീഫ് കൂട്ടി റൈസ് കുറച്ച് ഉണ്ടല്ലോ രണ്ടും. എങ്ങനെയുണ്ട്? ബീഫൊക്കെ നല്ല കിടന്ന് ബീഫായിരുന്നു കേട്ടോ. ഓക്കെ, പൊട്ട് കണക്ക് എന്ത് വന്നു. എങ്ങനെയുണ്ട് അമ്മ? ബീഫൊക്കെ വെന്ത് ഇങ്ങനെ ഇതാകുമ്പോഴേ വരുന്നു. ഓക്കെ നண்பர்களே, நாம எல்லாம் பறக்கி வண்டி கேட்டி திரும்பி வீட்டுக்கு போகிறோம். நம்ம ஊரை விட்டு போகுது. எப்படி இருந்தது ஊரு? சூப்பரா இருக்கீங்க. கொஞ்சம் காத்து குறைக்கலாம். இவ்வளோ காத்து வேண்டாம். அதிகமாயிடு காத்து. நாம வந்த சமயம் தொட்டே ஜாஸ்தி காத்து தான். நல்ல இடம், நல்ல பீஸ்ஃபுல்லான இடம், நல்ல காத்து. மெயினா காத்து சூப்பரா இருக்கு. நீங்களுக்கு எப்படி இருந்தது? നല്ല ഇരുന്നത്. உங்களுக்கு വെരി ഗുഡ്. உங்களுக்கு ഒന്നും പറയേണ്ട കാര്യമില്ല. ഇല്ല. പിന്നെ ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞാലേ എനിക്ക് അറിയത്തില്ല കേട്ടോ. അംബാസമുദ്രം റോഡ് കട്ട് ചെയ്ത് കുറച്ച് അകത്തോട്ട് കയറിയത് ഏതാ വഴിയെന്ന് എനിക്കറിയത്തില്ല. ലെറ്റ്സ് ഗോ ഗൈസ്. ഇനിയിപ്പോ തിരിച്ചു പോവാം. നമ്മുടെ മൂക്കമ്മ ദോ ഇരിക്കണ കേട്ടാ. ഓർമ്മ ഉണ്ടോന്ന് അറിഞ്ഞൂടാ, പോയി ചോദിച്ചു പോവാ. ஞாபகம் இருக்கா? யாரு யாரு சொல்லு, யாருன்னு சொல்லு. யாருன்னு சொல்லணும். நம்ம தேங்காய் ஒரு தடவை வாங்க வர ஆளு தெரியாம நான் இருக்கேன். யார പേരനും മകനൊക്കെ വന്നു. ஞாபகம் இருக்கு. മൂക്കമ്മ. പേരപ്പടിയെ ஞாபகம் இருக்கு. തേങ്ങ മേടിക്കണം കേട്ടോ. ഇവിടെ അത്യാവശ്യം ലാഭത്തിന് തേങ്ങ കിട്ടും. കിലോ 50 രൂപ. ശരി, പോയിട്ട് വരട്ടുമാ. நல்லா இரு. പോയിട്ട് വരട്ടുമാ. ശരി ശരി ശരി. ലാഭമില്ലേ? പക്ഷെ എനിക്ക് ഒരു ഏമാത്തില് കിട്ടിയാന്നൊരു ഡൗട്ട് അച്ഛാ എനിക്ക്.
നിങ്ങള് തേങ്ങ മേടിച്ച സമയത്തെ ഞാൻ പൂ മേടിച്ചായിരുന്നു കേട്ടോ. നിനക്ക് ഏമാത്തിക്കും 50 രൂപ എവിടുന്നെങ്കിലും ഒരു ഏമാത്ത് കിട്ടും കേട്ടാ. കെട്ടിയ പൂവിന് വില കൂടുതലല്ലേ? ഇത് അത്ര പൈസ ആവും. ആവൂലേ? പിന്നെ പിച്ചിപ്പൂല്ലേ, മുല്ലപ്പൂ. അയ്യോ തമിഴ്നാട്ടിലൊക്കെ ഏമാത്തിയാ? ഏമാത്തിയാച്ചാ? മൂഞ്ചേച്ചി കിട്ടുവോ? എടി പോടി, ഇത് 3 കെട്ട് പോവാ. മതി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അയ്യോ അത് ഇട്ടിട്ട് കാണുന്ന പോലും ഇല്ല പൂ. ഹേ ഗൈസ്, അപ്പൊ നമ്മൾ വീടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെ ഉണ്ടായിരുന്നു തമിഴ്നാട് ക്യാമ്പിംഗ് പിക്നിക്ക്? അടിപൊളിയായിരുന്നു. കൊള്ളായിരുന്നല്ലേ? കാറ്റ് ഭയങ്കര കാറ്റായി പോയി. ഡ്രോണൊന്നും പറത്താത്തില്ല. ഡ്രോണൊന്നും പറത്താൻ പറ്റിയില്ല. ബിരിയാണി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മള് വേവിക്കാനായിട്ട് ഒത്തിരി സമയം എടുത്ത്. ഒടുക്കത്തെ കാറ്റായിരുന്നു. നമ്മള് 2 മണിക്ക് കുക്കിംഗ് തുടങ്ങിയിട്ട് 5 മണിക്കോ 5:30 കണ്ട കുക്ക് ചെയ്ത് കഴിഞ്ഞത്. ഇനി അനുവിനെയും കൊണ്ടാക്കണം കേട്ടോ തിരിച്ച്. പഠിക്കാൻ പിള്ളേർ വരും. അവര് ടീച്ചറൊക്കെയാ, ട്യൂഷൻ ടീച്ചർ. ഞാനും ഒരു 10 പിള്ളേര് വേണ്ടല്ലേ, അതൊക്കെ നമുക്ക് അങ്ങനത്തെ നമുക്കത് പറഞ്ഞിട്ടുള്ള. ഓ നമ്മളില്ല അച്ഛനറിയാവോ പഠിപ്പിക്കാൻ? ഇല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ. അച്ഛനല്ലേ പറഞ്ഞ നമ്മക്കല്ല നിനക്കെന്ന്. അപ്പൊ അച്ഛൻ അറിയാമെന്നാണ് ഞാൻ ചോദിച്ചാ. അല്ല, ഞാൻ നമുക്കെന്ന് പറഞ്ഞില്ല, നീ എല്ലാം നമുക്കെന്ന് പറഞ്ഞേ. അതായത് നീ പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മള് 3 പേര്. ഓക്കെ ശരിയാണ്, ആയിക്കോട്ടെ. നമുക്ക് വിദ്യാഭ്യാസമില്ല, നമ്മൾ പഠിപ്പിക്കാൻ പോയിട്ടില്ലല്ലോ. ശരി, ഇപ്പൊ നീ അക്ഷരമാണോ പഠിപ്പിക്കുന്ന? നീ എത്ര 6ാം ക്ലാസ്സിലൊക്കെ പിള്ളേരൊക്കെ? വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ. ബൈ.